നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ കനത്ത ശൈത്യ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു. അതിശക്തമായ ശീതക്കാറ്റിനെ തുടർന്ന് 1800-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. ഒട്ടേറെ സർവീസുകൾ വൈകുകയും ചെയ്തു. തിരക്കേറിയ അവധിക്കാലത്ത് സർവീസുകൾ റദ്ദാക്കിയതും വൈകിയതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. 1802 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 22,349 വിമാനങ്ങൾ വൈകുകയും ചെയ്തുവെന്ന് വിമാന ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവെയറിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ സോഷ്യൽ മീഡിയ വഴി മുന്നറിയിപ്പ് നൽകി. ഗ്രേറ്റ് ലേക്സ് മുതൽ വടക്കുകിഴക്കൻ മേഖല വരെ വ്യാപിച്ച അപകടകരമായ കാലാവസ്ഥ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളം, നെവാർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളം, ലാഗ്വാർഡിയ വിമാനത്താവളം എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളെയാണ് ശീതക്കാറ്റ് കാര്യമായി ബാധിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ്, ജെറ്റ് ബ്ലൂ എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികൾ യാത്രാ തടസ്സം നേരിട്ട യാത്രക്കാർക്ക് ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ഞുവീഴ്ച ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ വരെ റോഡ് മാർഗം യാത്ര ചെയ്യുന്നതിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത ശീതക്കാറ്റ് മുന്നറിയിപ്പ് നിലനിൽക്കെ ആളുകൾ യാത്രകൾ മാറ്റിവെക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നാഷണൽ വെതർ സർവീസ് വിന്റർ സ്റ്റോം ഡെവിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗ്രേറ്റ് ലേക്സ് മുതൽ വടക്കൻ മിഡ് അറ്റ്ലാന്റിക്, തെക്കൻ ന്യൂ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച രാവിലെ വരെ അപകടകരമായ യാത്രാ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂയോർക്കിന്റെ വടക്കൻ ഭാഗങ്ങൾ മുതൽ ട്രൈ സ്റ്റേറ്റ് മേഖല വരെ, ന്യൂയോർക്ക് സിറ്റി, ലോങ് ഐലൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ രാത്രി വരെ ശക്തമായ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ജോൺ എഫ് കെന്നഡി വിമാനത്താവളം, ലാഗ്വാർഡിയ വിമാനത്താവളം, ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ, വെയിൻ കൗണ്ടി വിമാനത്താവളം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു. വിമാനങ്ങൾ വൈകാനോ റദ്ദാക്കാനോ സാധ്യതയുണ്ടെന്ന് കമ്പനികൾ അറിയിച്ചു. ജെറ്റ് ബ്ലൂ എയർവേസ് 225 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഡെൽറ്റ എയർലൈൻസ് 186 വിമാനങ്ങൾ റദ്ദാക്കി. റിപ്പബ്ലിക് എയർവേസ് 155, അമേരിക്കൻ എയർലൈൻസ് 96, യുണൈറ്റഡ് എയർലൈൻസ് 82 എന്നിങ്ങനെയാണ് റദ്ദാക്കിയ വിമാനങ്ങളുടെ എണ്ണം. വടക്കുകിഴക്കൻ മേഖലയിൽ വെള്ളിയാഴ്ച ശൈത്യകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ശക്തമായ മഞ്ഞുവീഴ്ച കിഴക്കൻ തീരത്തേക്ക് നീങ്ങുകയാണ്. ഇത് അപകടകരമായ യാത്രാ സാഹചര്യങ്ങൾക്കും വ്യാപകമായ തടസ്സങ്ങൾക്കും കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ കണക്റ്റിക്കട്ട്, വടക്കുകിഴക്കൻ ന്യൂജേഴ്സി, പെൻസിൽവാനിയയുടെ ചില ഭാഗങ്ങൾ, തെക്കുകിഴക്കൻ ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുന്നറിയിപ്പ് ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 1 മണി വരെ പ്രാബല്യത്തിൽ തുടരുമെന്നാണ് പറഞ്ഞിരുന്നത്. വീണ്ടും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ വെതർ സർവീസ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശൈത്യകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകി. പടിഞ്ഞാറൻ തീരം മുതൽ വടക്കുകിഴക്കൻ മേഖലയും അലാസ്കയും വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. കാലിഫോർണിയ, നെവാഡ, ഐഡഹോ, വ്യോമിംഗ്, കൊളറാഡോ, പെൻസിൽവാനിയ, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, അലാസ്ക, കണക്റ്റിക്കട്ട്, വാഷിംഗ്ടൺ, ഒറിഗോൺ, മൊണ്ടാന, യൂട്ട, മിനസോട്ട, വിസ്കോൺസിൻ, മിഷിഗൻ, ഒഹായോ, വെസ്റ്റ് വെർജീനിയ, മേരിലാൻഡ്, വിർജീനിയ, ഡെലാവേർ, മസാച്യുസെറ്റ്സ് എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. ഈ കൊടുങ്കാറ്റ് കാരണം വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തത് അവധി ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. ആയിരങ്ങളാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. വിമാന കമ്പനികൾ യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങളും ഭക്ഷണവും നൽകാൻ ശ്രമിച്ചുവെങ്കിലും സാഹചര്യം മോശമായി. യാത്രക്കാർക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നതിനായി നാഷണൽ വെതർ സർവീസ് വെബ്സൈറ്റും സോഷ്യൽ മീഡിയയും സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും അഭ്യർത്ഥിച്ചു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി സംസ്ഥാനങ്ങൾ വെള്ളിയാഴ്ച ഉച്ച മുതൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂജേഴ്സിയും പെൻസിൽവാനിയയും ചില റോഡുകളിലും ചില അന്തർ സംസ്ഥാന ഹൈവേകളിലും വാണിജ്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലിഫോർണിയയിലെ മൊണോ കൗണ്ടിയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നതിനാൽ റോഡുകൾ അടച്ചിടാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യ സാധനങ്ങൾ ശേഖരിക്കാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലായിരുന്നു. റോഡുകളിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും
അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യമായ സാധനങ്ങളുമായി യാത്ര ചെയ്യണമെന്നും ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ്